ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായല്ലേ ഇപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ടും കണ്ടിട്ടൊക്കെ. അപ്പോൾ അതാന്ന് ഞാൻ രാവിലെ തന്നെ ഓടിയിട്ട് വന്നിട്ടുണ്ട്. രാവിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുമായിട്ടൊന്ന് പങ്ക് വയ്ക്കാച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ അതാണ് പറഞ്ഞത്, പിന്നെ അത് പറയണ്ടല്ലോ വെച്ചിട്ടാണ് കേട്ടോ. ഒന്ന് ലൈക്ക് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോക്കാണ് പോവാട്ടെ. അപ്പോൾ രാവിലത്തേക്ക് ഇതാക്കണം, ഞാൻ കുറച്ച് പരിപ്പ് കഴുകിയെടുക്കുകയാണ് കേട്ടോ. കാര്യം എന്താ വെച്ചാൽ നമുക്കിന്ന് സാമ്പാർ ഉണ്ടാക്കണം. സാമ്പാറും പിന്നെ ഇഡലിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാക്കണം പരിപ്പൊക്കെ ഒന്ന് കഴുകിയിട്ട് കുക്കറിലേക്കാണ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി കുക്കറിൽ നിന്നുള്ള വിസിലൂതലിനൊന്നും കാത്തു നിൽക്കണില്ല. അപ്പോഴേക്കും ഇതാക്കണം ഞാൻ കുറച്ച് പച്ചക്കറി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ആക്കണം മുറിച്ച് ഒന്ന് വൃത്തിയാക്കി കൊടുക്കുകയാണ്. അപ്പോൾ വെണ്ടയ്ക്കൊക്കെ കുറച്ച് വാടിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഫ്രഷ് ഒന്നുമല്ല. നമ്മളെ ഫ്രിഡ്ജിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഒക്കെ ഒന്ന് നല്ലോണം ഒന്ന് വാലും തലയൊക്കെ ഒന്ന് മുറിച്ചെടുക്കുകയാണ്. പിന്നെ വെണ്ടയ്ക്ക് ഇത്തിരി വാട്ടിയിട്ടില്ല വെച്ചെങ്കിൽ സാമ്പാറിനൊരു ഹൗസ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഒന്ന് മുറിച്ചിട്ടൊന്ന് വാട്ടി കൊടുക്കേണ്ടതുണ്ട്. പിന്നെ അതേക്കൂടെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, 2 പച്ചമുളകും ഒരു ചെറിയൊരു മത്തൻ്റെ കഷ്ണം ഉണ്ടായിരുന്നു, അതും ഒരു തക്കാളിയും കൂടി ഇട്ടിട്ടുള്ളൊരു സാമ്പാറാണ്. ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് രാവിലത്തേക്കും നമുക്ക് ഉച്ചത്തേക്കും കൂടിയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ലോണം നീട്ടിയിട്ട് തന്നെ ഒന്നാണ് ഉണ്ടാക്കാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. പിന്നെ എൻ്റെ സാമ്പാർ കണ്ടാണ്ട് ആരും എന്നെ ചീത്തൊന്നും പറയണ്ട കേട്ടോ. കാര്യം എന്താ വെച്ചാൽ ഞാൻ വറുത്തൊന്നും ഇറക്കണില്ല, ഒരു സിമ്പിൾ തരികിട സാമ്പാറാണ് കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കി ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കലുണ്ട് വെച്ചെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്യും കേട്ടോ. മത്തനൊന്നും ഞാൻ അങ്ങനെ സാമ്പാറിൽ ഇടലില്ല കേട്ടോ. ഇത് ഇനിയിപ്പോൾ അവിടെ കഷ്ണം വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ വാടി പോകുക എന്നല്ലാതെ കറിയൊന്നും ഇനി വെക്കൂല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാലുള്ള മത്തൻ കഷ്ണം എന്നാലും സാമ്പാറിൽ ഇട്ടാലാണ്ട് നമ്മൾ കഴിച്ചു പോകുമല്ലോ, ആ ഉദ്ദേശത്തിലുള്ള ഇതാണ്. മത്തൻ്റെ കഷ്ണങ്ങളൊന്നും കുട്ടികൾക്ക് വലിയ പിടുത്തൊന്നുമില്ലേ. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ പച്ചക്കറിയൊക്കെ നന്നാക്കുന്ന സമയത്ത് ഇതുപോലൊരു തോല് കളയാനൊരു പാത്രം അടിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ തുടയ്ക്കാനും തോർത്താനൊന്നും പിന്നെ നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പാത്രം നമ്മൾ മാറ്റി വെച്ചാൽ മതി. പിന്നെ നമ്മളെ പച്ചക്കറി ക്ലീൻ ആക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് കഷ്ണങ്ങളൊക്കെ ആക്കി വെക്കുകയാണ്. അപ്പോഴേക്കിന് നമ്മളെ കുക്കറിൽ നിന്ന് വിസിലവിടെ വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കണമെന്ന്. എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഒന്നും ഇങ്ങോട്ട് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ സാമ്പാറിൽ വെണ്ടയ്ക്ക ഇടുന്ന സമയത്ത് അത് കുഴഞ്ഞ് പോകില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് വാട്ടണം എന്ന് പറഞ്ഞത്. പരിപ്പൊക്കെ വന്ന് ഇതാക്കണോ, നമ്മൾ ആവിയൊക്കെ കളഞ്ഞ് നോക്കുന്ന സമയത്ത് ഇതാക്കണോ ഇങ്ങനെ കേട്ടോ അവസ്ഥ. അപ്പോൾ അതിൽ വെള്ളമൊക്കെ കുറവായിരുന്നു. അപ്പോൾ ഇതാക്കണോ എല്ലാ കഷ്ണങ്ങളും കൂടി ഒരുമിച്ചിട്ടാണ് അങ്ങോട്ട് കുക്കറിക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളെ പുളി വെള്ളം ഉണ്ടല്ലോ അതും കൂടി അതിൻ്റെ ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ അതിക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ഉണ്ട് കേട്ടോ, അതും കൂടി അതിൻ്റെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഒറ്റ വിസിൽ അപ്പം തന്നെ നമ്മളെ കുക്കറായിട്ട് തുറന്ന് കഴിഞ്ഞാൽ നമ്മളെ കഷ്ണങ്ങളൊക്കെ പാകമായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാക്കണോ ഞാൻ അതിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് സാമ്പാർ പൊടി, പിന്നെ ചെറിയൊരു കഷ്ണം കായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അതിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ഇതാക്കണം നന്നായിട്ട് ഒന്നാണ്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കുക്കർ ഒന്നാണ്ട് അടച്ച് വെച്ചിട്ട് ഇതൊരു വിസിൽ വരെ ഒന്ന് കിടന്ന് വേവട്ടെ കേട്ടോ. പിന്നെ അതാക്കണം ഞാൻ നല്ല അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഇഡ്ഡലി മാവൊക്കെ കണ്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അത് ഇഡ്ഡലി തട്ടിൽ തേച്ച് കൊടുക്കേണ്ടത് നെയ്യാണ് കേട്ടോ. നെയ്യിൻ്റെ കുപ്പി കാലി ആയതൊന്നും ഞാനങ്ങനെ ഒഴിവാക്കലില്ല. അത് തുടച്ചിട്ടും വടിച്ചിട്ടും ഒക്കെ അതേമാതിരിക്ക് നമ്മളെ ഇഡ്ഡലി തട്ടിലൊക്കെ ഒന്ന് തടവി കൊടുക്കാൻ ഉപയോഗിക്കലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ മാവൊക്കെ അതാക്കണം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല പൊങ്ങി കിടക്കണ മാവ് തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളെ വീട്ടിൽ കഴിക്കാൻ അധികം ആളില്ലാത്തതുകൊണ്ട് തന്നെ ഞാനൊരു 3 തട്ട് ഇഡ്ഡലിൻ്റെ തട്ടേ എടുത്തിട്ടുള്ളൂ. അതിക്ക് ആവശ്യമുള്ളതേ നമ്മൾ കഴിക്കുകയുള്ളൂ. ബാക്കി മാവ് ഇതുപോലെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നാളെ ഇഡ്ഡലിയോ ദോശയോ എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ അരച്ച് വെക്കുമ്പോൾ 2 ദിവസത്തിനുള്ളത് ഉണ്ടാക്കി വെക്കും. അപ്പോൾ അതാ ഈ ഇഡ്ഡലിയൊക്കെ ഒന്നാണ്ട് നമ്മൾ ആവി കയറ്റിയിട്ട് എടുക്കട്ടെ. ഒരു 6-7 മിനിറ്റ് നല്ല തീയിൽ വെച്ചാൽ തന്നെ നമ്മൾ ഇഡ്ഡലിയൊക്കെ നല്ല ചേൽക്ക് വെന്തിട്ട് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ കുറേ സമയം വെച്ചിട്ട് കത്തിച്ചാണ്ട് അങ്ങനെ വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഇഡ്ഡലീൻ്റെ സോഫ്റ്റൊക്കെ കുറഞ്ഞ് പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ കുക്കർ ഒന്ന് തുറന്ന് നോക്കട്ടെ. ഒരു വിസിൽ വന്നു. ഞാൻ അപ്പം തന്നെ ഒന്ന് തുറന്ന് നോക്കുക കേട്ടോ. അല്ലാതെ അങ്ങോട്ട് വലിയ വേവുള്ള കഷ്ണങ്ങളൊന്നും നമ്മളതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതാ നല്ല കഷ്ണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിക്കൊന്ന് വറവിട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മളെ കടുകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ടൊന്ന് വറവിട്ട് കഴിഞ്ഞാൽ നമ്മളെ സാമ്പാർ ഇവിടെ റെഡിയാവും. അപ്പോൾ അതാ പിന്നെയും നമ്മളെ ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. കടുകൊക്കെ ഇട്ട് പൊട്ടുന്നുണ്ട്, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉണക്കമുളക് ഇന്ന് ഇല്ലാത്തതുകൊണ്ട് ഉണക്കമുളക് ഇട്ട് കൊടുക്കണില്ല കേട്ടോ. ഉണക്കമുളക് കറിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഗംഭീര ടേസ്റ്റാണ്. അപ്പോൾ അതാ ഞാൻ മോൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഒരു കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു സവാള ഒന്നുകൊണ്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ചട്ടിയിൽ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് അതാ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലേൻ്റെ പൊടിയൊക്കെ പാടിട്ടാണ്ട് ഒന്നുകൊണ്ട് വഴറ്റി കൊടുക്കുകയാണ്. പിന്നെ നടുവിൽ ഒരു കുഴിയുണ്ട് ഉണ്ടാക്കിയിട്ട് നമ്മളൊരു കോഴിമുട്ട പൊട്ടിച്ച് പാരുകയാണ്. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കോഴിമുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു നുള്ളു ഉപ്പും കൂടി അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ ഇന്ന് ഉച്ചക്കത്തേക്ക് ഇതാണ് കേട്ടോ കറി. അപ്പോൾ അതാക്കണോ നമ്മളെ ഇഡ്ഡലിയൊക്കെ
വേവിച്ചത് ഞാനോട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ തട്ടുന്ന് ഒക്കെ ഒന്നുകൊണ്ട് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നെയ്യ് വരട്ടിയതുകൊണ്ട് തന്നെ ഇഡ്ഡലിയൊന്നും അടിയിലൊന്നും വല്ലാതെ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോഴേക്കും അമ്മു ചായ കുടിക്കാൻ വന്നു. അപ്പോൾ അവൾക്കുള്ള ചായയൊക്കെ ഒന്നുകൊണ്ട് എടുത്ത് കൊടുക്കുകയാണ്. നമ്മൾ സാമ്പാറും ഇഡ്ഡലിയും ഒക്കെ ഒഴിച്ചിട്ട് അവളെ ഒന്നുകൊണ്ട് പറഞ്ഞേച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ കുറച്ച് ഫ്രീ ആവും കേട്ടോ. അപ്പോൾ പോണ പോക്കാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ടാറ്റയൊക്കെ തന്നിട്ടുണ്ട്. ആൾ തിരക്ക് കുടിച്ചിട്ടുള്ള പോക്കാണ്. അപ്പോൾ അത് കണ്ടോ, ഞങ്ങൾ രാത്രി നിലത്ത് ഇങ്ങനെ വിരിച്ചിടലാണ് കേട്ടോ. മഴക്കാലമായി കഴിഞ്ഞാൽ വിരിച്ചിടും. രാത്രി മെഷീനിൽ ഉണക്കിയ തുണികളല്ലേ, രാത്രി നല്ലോണം തുടച്ച് വൃത്തിയാക്കിയിട്ടുള്ള നിലത്ത് തുണികളൊക്കെ അങ്ങനെ വിരിച്ചിടും കേട്ടോ. എന്നിട്ട് പിന്നെ ഫാൻ ഇടും. രാവിലത്തേക്ക് എല്ലാ തുണികളും നല്ല ഉണങ്ങി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ പുറത്തൊന്നും വെയിൽ തട്ടിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ ഇന്നലെ ഞങ്ങൾ കിടക്കുന്ന സമയത്തുണ്ടല്ലോ കറണ്ട് ഉണ്ടായില്ല. അത് കാരണം ഞങ്ങൾ ഫാൻ ഇട്ടില്ല. ഫാൻ ഇടാത്തതുകൊണ്ട് തന്നെ നമ്മളെ തുണികൾ ശരിക്ക് ഉണങ്ങിയതുമില്ല. അപ്പോൾ അതൊക്കെ രാവിലെ അതൊക്കെ ഒന്നുകൊണ്ട് നുള്ളി പെറുക്കി എടുത്തിട്ട് അയലിൽ ഒന്നുകൊണ്ട് വിരിച്ചിടുകയാണ് കേട്ടോ. ഒന്ന് എന്തായാലും വെയിലൊക്കെ കാണുന്നുണ്ട്, എത്ര സമയത്തേക്കാണെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ തുണികളൊക്കെ ഒന്നുകൊണ്ട് വിരിച്ചിടട്ടെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചായ കുടിച്ചിട്ടോ. ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുക്കള ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. രാവിലത്തെ ചായ കുടിക്ക് ശേഷം നമ്മളെ പാത്രം കഴുകലും അടുക്കള ക്ലീൻ ചെയ്യലും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മനസ്സിനൊരു തൃപ്തി വരും. അതിന് ശേഷം പിന്നെ ഞാൻ എല്ലാ പണിക്കും ഇറങ്ങലുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പോൾ ഇതിനും സംഭവങ്ങളൊക്കെ ഒന്നാണ്ട് തുടച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുള്ളതൊക്കെ ഒന്നാണ്ട് കഴുകി വെക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായാൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. മാത്രമല്ല നിങ്ങൾ വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ല് കേട്ടോ. അപ്പം ഇനി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.